രാജ്യത്ത് 20% പെൺകുട്ടികൾ ശൈശവ വിവാഹത്തിൻ്റെ ഇര. ഒരു വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. 20% പെൺകുട്ടികൾ ശൈശവ വിവാഹത്തിന് ഇരയാവുന്നുണ്ട്. അതിൻ്റെ പ്രത്യേക ക്യാമ്പയിന് തുടക്കം. രാജ്യത്തെ 5-ൽ 1 പെൺകുട്ടിയെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് വിവാഹം കഴിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. 5 വർഷത്തിനുള്ളിൽ ശൈശവ വിവാഹ നിരക്ക് 5% കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് പ്രത്യേക ക്യാമ്പയിന് വനിതാ ശിശു വികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ തുടക്കമായി. അതായത് ഒരു പ്രത്യേക ക്യാമ്പയിൻ വനിതാ ശിശു വികസനത്തിൻ്റെ നേതൃത്വത്തിൽ, അതായത് 20% പെൺകുട്ടികൾ ശൈശവവിവാഹത്തിന് ഇരയാകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രത്യേക ക്യാമ്പയിന് വനിതാ ശിശു വികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു തുടക്കമായെന്നാണ് പറയുന്നത്. നിരക്ക് ഉയർന്ന 7 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ശൈശവ വിവാഹമുക്ത ഇന്ത്യ, അതായത് ശൈശവ വിവാഹം ഇല്ലാത്ത, അത് ശൈശവ വിവാഹമുക്ത ഇന്ത്യക്ക് പദ്ധതി, അങ്ങനൊരു പുതിയൊരു ഇന്ത്യക്ക് തുടക്കം ആവട്ടെ എന്നുള്ള രീതിക്കാണ് ഇവരിങ്ങനൊരു ക്യാമ്പയിൻ ചെയ്യാൻ പോകുന്നത്. ശൈശവ വിവാഹം ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനവും ക്രിമിനൽ കുറ്റവുമാണെന്ന് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പറഞ്ഞു. ഇത് പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നത് വെല്ലുവിളിയാണ്. ശൈശവ വിവാഹം ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ്. അത് സത്യമല്ലേ? ഒരു പ്രായമാകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു അതെ, ഇപ്പോഴും ശൈശവ വിവാഹം അത് ഈ നൂറ്റാണ്ടിൽ നിൽക്കുന്നെന്ന് പറയുന്നത് തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ കേരളത്തിലൊന്നുമില്ല. അതൊരു ക്രിമിനൽ കുറ്റമാണ്. അപ്പോൾ ക്രിമിനൽ കുറ്റവുമാണെന്ന് ക്യാമ്പയിനിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പറഞ്ഞു. ഇത് പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നത് വെല്ലുവിളിയാണ്. അത് കാര്യം നമ്മുടെ കേരളത്തിലെ ഒരു സ്ഥിതിയല്ല നോർത്തിലോട്ടൊക്കെ. അപ്പോൾ അവിടെ അത്രയും പ്രാബല്യത്തിലുള്ള നിയമം കൊണ്ടുവരണം, എങ്കിൽ മാത്രമേ അത് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റൂ. എന്നാൽ കഴിഞ്ഞ വർഷം 2 ലക്ഷത്തോളം കുട്ടികളെ ശൈശവ വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. ഇതുപോലെ ഇപ്പം നിയമങ്ങൾ കർശനമായിട്ട് വരാൻ നേരത്തും ഇതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മുടെ ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിൽ അങ്ങനെ അത്രത്തോളം ഇതിങ്ങനെ ഒരു കാര്യത്തിൽ ഇല്ല. പക്ഷെ നമ്മൾ നോർത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇതുപോലെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ക്യാമ്പയിൻ്റെ ഒരു പ്രസക്തി തന്നെ. അതാണ് പെൺകുട്ടികൾ ഉണ്ടാകുമ്പോൾ തന്നെ കൊല്ലുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ അവർക്ക് കൂടുതലും ആൺകുട്ടികളോടാണ് താല്പര്യം, അങ്ങനെയൊക്കെ നിലനിൽക്കുന്നുണ്ട്. പശ്ചിമ ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ്, രാജസ്ഥാൻ, ത്രിപുര, അസം, ആന്ധ്രാപ്രദേശ് തുടങ്ങി ശൈശവ വിവാഹ നിരക്ക് ഉയർന്ന സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പദ്ധതി നടപ്പാക്കുക. നമ്മൾ പറഞ്ഞത് കറക്റ്റാണ് അല്ലേ? കേരളത്തിൽ അങ്ങനത്തെ കേരളത്തിന്റെ പേര് ഇതിനകത്ത് വന്നിട്ടില്ല. കേരളത്തിൽ വന്നിട്ടില്ല. കാരണം കൂടുതലാണെങ്കിലും കേരളത്തിലും എഡ്യൂക്കേഷനുള്ള സിസ്റ്റവും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും ആൾക്കാർ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പം എല്ലാം ഈ വടക്കൻ സംസ്ഥാനങ്ങളൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതൊക്കെ ഈ സംസ്ഥാനങ്ങളൊക്കെയാണ് ശൈശവ വിവാഹ നിരക്ക് ഉയർന്ന സംസ്ഥാനങ്ങൾ. അത് കേന്ദ്രീകരിച്ചാണ് ഇങ്ങനത്തെ ഒരു പദ്ധതി നടപ്പാക്കുന്നത്. രാജ്യത്തെ 300 ജില്ലകളിൽ നിരക്ക് ദേശീയ ശരാശരിക്ക് മുകളിലാണ്. ദശലക്ഷക്കണക്കിന് പെൺകുട്ടികളുടെ കഴിവുകളെ തളച്ചിടുന്നതാണ് ശൈശവ വിവാഹമെന്നും മന്ത്രി പറഞ്ഞു. ശരിയാ, നമുക്ക് പെൺകുട്ടികൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്. പക്ഷെ അതിനെ ഒരു പെൺകുട്ടിയാണെന്ന് അറിയുമ്പോൾ തന്നെ ഒരു പ്രായം കഴിയുമ്പോൾ നിനക്കത് പറ്റില്ല, നിനക്കത് ചെയ്യാൻ പറ്റില്ല, നിനക്ക് ഇത്ര ലിമിറ്റേഷൻസ് വെക്കുന്നത്. അതായത് രാത്രി പുറത്തിറങ്ങാൻ പറ്റില്ല, ജോലിക്ക് പോകാൻ പറ്റില്ല, കല്യാണം, വിവാഹം, കുടുംബം എന്നുള്ളൊരു അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് മാറ്റുന്നൊരു സിസ്റ്റമാണ് നടക്കുന്നത്. അപ്പം അതിനെയൊക്കെ ഒന്ന് തളച്ചിടുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു പദ്ധതി എന്നാണ് മന്ത്രി പറയുന്നത്. ശൈശവ വിവാഹ നിരോധനം നിയമം മൂലം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ വിവാഹത്തെ ചെറുക്കാൻ ഒരു പരിധിവരെ കഴിയുന്നുണ്ട് ഇതുകൊണ്ട്. എന്നാൽ നിയമ സംവിധാനങ്ങൾ മാത്രം വിചാരിച്ചതുകൊണ്ട് ഇതിനെ ഉന്മൂലനം ചെയ്യാൻ കഴിയില്ലെന്നും അന്നപൂർണ ദേവി പറഞ്ഞു. ശരിയാ, നിയമങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മുടെ ഭരണഘടനയിൽ അല്ലെങ്കിൽ ഇത്ര നിയമങ്ങൾ പ്രകാരം ഇങ്ങനെയൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ പോലും അത് എല്ലാവരും നടത്തുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പം ഈ സംസ്ഥാനങ്ങളെയൊക്കെ എടുത്തു പറഞ്ഞ് പണ്ട് തന്നെ ശൈശവ വിവാഹം നിരോധിക്കണം, അങ്ങനെയുള്ള പല വിധത്തിലുള്ള സമരങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും രാജ്യത്ത് 20% പെൺകുട്ടികൾ ശൈശവ വിവാഹത്തിന് ഇരയാകുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി ദക്ഷിണേഷ്യയിലെ ശൈശവ വിവാഹ നിരക്ക് കുറഞ്ഞതായി UN അടുത്തിടെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ബോധവൽക്കരണം, റിപ്പോർട്ട് ചെയ്ത കേസുകൾ, പുരോഗതി വിലയിരുത്തൽ എന്നിവയ്ക്കായി ശൈശവ വിവാഹം വിമുക്ത പോർട്ടലുകളും സർക്കാർ അവതരിപ്പിച്ചു. അപ്പം നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഇങ്ങനെയുള്ളത് മുഴുവനായിട്ടില്ലാതാവട്ടെ ശൈശവ വിവാഹം. അത് നമ്മൾ
20% ഉണ്ടെന്ന് പറഞ്ഞാലും പക്ഷേ ഈ കാലഘട്ടത്തിൽ 20% എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അത്രയും പോലും വേണ്ട. അപ്പം എന്താണെങ്കിലും അത് ശൈശവ വിവാഹം എന്നുള്ളൊരു ഒരു സംഭവം ഇല്ലാതാകണം, പൂർണ്ണമായിട്ടും അത് ഇല്ലാതാകണം. അവരുടേതായ ഒരു സ്വാതന്ത്ര്യം, അവർ ജോലി എല്ലാം കിട്ടട്ടെ. അവരുടെ ആ ഒരു പ്രായത്തിൽ സ്വന്തമായിട്ട് ആണുങ്ങളെ പോലെ തന്നെ ഗേൾസും ആണെങ്കിലും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക, സ്വന്തം കാര്യം നോക്കുക, അങ്ങനെ ഒരു ഈ കാലഘട്ടത്തിൽ അങ്ങനെ വേണം. കാരണം എപ്പോഴും ആണുങ്ങളെ പണ്ടായിരുന്നു കൂടുതലും ആണുങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ലൈഫ് മുന്നോട്ട് പോകുന്നതൊക്കെ. പക്ഷേ ഇപ്പം ഈ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. കാരണം എല്ലാവരും കൂടുതലും സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആവുക, അവർക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഈ ശൈശവ വിവാഹമൊക്കെ അതിന് ഏറ്റവും വലിയൊരു തടസ്സം തന്നെയാണ്. അപ്പം അത് പൂർണ്ണമായിട്ടും രാജ്യത്ത് നിന്ന് ഇല്ലാതാകണം. അതങ്ങനെ ഇല്ലാതാവുമെന്ന് പ്രതീക്ഷിക്കാം. അതെ, ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകളൊക്കെ അതിനൊരു ബോധവൽക്കരണം തന്നെയാണ്. ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റട്ടെ. വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരിക്കും കൂടുതലും പെട്ടെന്ന് കല്യാണം കഴിച്ചു പോകണം, അങ്ങനത്തെയൊക്കെ ഒരു മൈൻഡ് വരുന്നത്. അപ്പോൾ കൂടുതൽ നമ്മൾ എഡ്യൂക്കേഷൻ നൽകുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ ആൾക്കാരെ ഇരുത്തി നിന്നൊക്കെ, കാരണം ഒരു ബോധം അവർക്ക് തന്നെ ഉണ്ടാകും. കാരണം നമ്മൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് കാര്യങ്ങൾ ലോകത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റാനും, അതുപോലെ നമുക്ക് തന്നെ ഒരു സ്വന്തമായിട്ട് ഇപ്പോൾ ഗേൾസിനാണെങ്കിലും തോന്നണം നമ്മൾ ഫിനാൻഷ്യലി കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആണ്, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ പറ്റണം, അല്ലേ? അങ്ങനെയൊക്കെ നമ്മുടെ കാര്യങ്ങൾ നടത്താൻ നമുക്ക് സ്വന്തമായിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട, എനിക്കിത് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഓരോ പെൺകുട്ടികളിലും ഉണ്ടാവട്ടെ. അപ്പം അതിനൊക്കെ ശൈശവ വിവാഹമൊക്കെ ഒരു തടസ്സമാണ്. അത് ഇല്ലാതാവട്ടെ എന്ന് തന്നെ ഇല്ലാതാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.